ട്രോമാറ്റിക് ഫ്രാക്ചറുകൾ, അതായത് സുഷുമ്നാഡിയിലോ അല്ലെങ്കിൽ ഞരമ്പിനോ എല്ല് പൊട്ടിയത് മൂലമോ അല്ലെങ്കിൽ തദ്മൂലമായി ഡിസ്ക് തള്ളിയത് മൂലമോ തടസ്സം ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ ഡിസ്ക് നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ ഞരമ്പിന് മുകളിലുള്ള ഒരു സമ്മർദ്ദം കുറയ്ക്കുവാൻ വേണ്ടി എല്ല് നമ്മൾ സർജറി തുറന്ന് ഞരമ്പുകളിലെ ഡീകംപ്രസ് ചെയ്യുകയോ ഒക്കെ വേണ്ടി വന്നേക്കാം. അപ്പം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് റിസൾട്ട് ഓരോ രോഗിക്കും ഓരോ പരിക്കിനും ഓരോ പോലെ ആയിരിക്കാം. പൂർണ്ണമായി പാരാലിസിസ്, കൈക്കും കാലിനും അല്ലെങ്കിൽ കാലുകൾക്ക് മാത്രമോ പൂർണ്ണമായി പാരാലിസിസ് വന്ന് തീരെ ഒരു പേശികളുടെ യാതൊരു അനക്കവും ഇല്ലാത്ത രോഗിക്ക് ഒരു പൂർണ്ണമായ റിക്കവറി ഒട്ടുമിക്ക കേസുകളിലും സാധ്യമാവാറില്ല. എങ്കിലും ഒരു 20 മുതൽ 30% വരെയെങ്കിലും ബലം പ്രിസർവ് ചെയ്യപ്പെടുന്ന കൈക്കോ കാലിനോ നമ്മൾ സർജറിക്ക് ശേഷം ഘട്ടം ഘട്ടമായിട്ടുള്ള ഫിസിയോതെറാപ്പികൾ ഗ്രാജുവലായി മാസങ്ങൾ കൊണ്ട് നല്ല ഇമ്പ്രൂവ്മെൻറ്റും ഏറ്റവും കുറഞ്ഞൊരു 80-90% വരെ രോഗിക്ക് ബലം തിരിച്ചു കിട്ടുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇതിനെല്ലാം കൃത്യസമയത്ത് കൃത്യമായ ചികിത്സ വേണം എന്നുള്ളതാണ് അതിലെ കോർ പോയിൻറ്റ്. അപ്പോൾ അതിനായി ഒരു വിദഗ്ധ ന്യൂറോസ്പൈൻ സർജൻ്റെ സേവനം കൃത്യസമയത്ത് രോഗിക്ക് ലഭിക്കേണ്ടതാണ്.